ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നീർജ ഭാനോട്ടിനെ കുറിച്ചുള്ളതാണ്. നീർജ ഭാനോട്ട് ഒരു ഇന്ത്യൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു. ഇപ്പോൾ ധൈര്യത്തിൻ്റെ പ്രതീകമായി ലോകമെങ്ങും ഓർമ്മിക്കപ്പെടുന്ന പേരിൽ ഒരാളാണ് നീർജ ഭാനോട്ട്. 1986 സെപ്റ്റംബർ 5 പാകിസ്ഥാനിലെ കറാച്ചിയിൽ പാനാം ഫ്ലൈറ്റ് 73 തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തപ്പോൾ യാത്രക്കാരെ രക്ഷിക്കാൻ തൻ്റെ ജീവൻ സ്വമേധയാ അർപ്പിച്ച ഒരാളായിരുന്നു നീർജ ഭാനോട്ട്. നീർജ ഭാനോട്ടിൻ്റെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചാപ്റ്റർ. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എ ഷീൽഡ് ഓഫ് കറേജ്. സമാധാനം നിലനിൽക്കുന്ന കാലത്ത് ധൈര്യത്തിന് ഇന്ത്യയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് അശോക ചക്രം. 1987 റിപ്പബ്ലിക് ആഘോഷവേളയിൽ മരണാന്തര ബഹുമതിയായി ഈ പുരസ്കാരം നീർജ ഭാനോട്ടിനാണ് നൽകുകയുണ്ടായത്. ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കാനായി തൻ്റെ ജീവൻ ബലി കൊടുത്ത ധൈര്യശാലിയായ ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു നീർജ. ആ പുരസ്കാരദാന ചടങ്ങിൽ ഇന്ത്യയിലെ പല മഹാന്മാരും നീർജയുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും സന്നിഹിതരായിരുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണ് അശോക ചക്ര സമ്മാനിച്ചത്. നീർജയുടെ അമ്മ രമാ ഭാനോട്ടാണ് ആ പുരസ്കാരം സ്വീകരിച്ചത്. നീർജയുടെ പിതാവായ ഹരീഷ് ഭാനോട്ടും അവളുടെ സഹോദരന്മാരും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. നീർജ ഭാനോട്ട് ജനിച്ചത് സെപ്റ്റംബർ 7, 1963 ഛത്തീസ്ഗഡിലാണ്. വളരെ സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു അവളുടേത്. ഒരു മോഡലായാണ് അവൾ അവളുടെ കരിയർ തുടങ്ങിയത്. നല്ല സ്റ്റൈലിഷായ, അർപ്പണ മനോഭാവമുള്ള, ധൈര്യശാലിയായ ഒരാളായിരുന്നു നീർജ. അവൾ വേഗം തന്നെ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ചേർന്നു. പാനാം എന്ന കമ്പനിയിൽ ഒരു എയർ ഹോസ്റ്റസായി അവൾ നിയമിക്കപ്പെട്ടു. സമർപ്പണ മനോഭാവവും ജോലിയിലുള്ള ആത്മാർത്ഥതയും വളരെ പെട്ടെന്ന് തന്നെ അവളെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് അർഹയാക്കി. 1986 സെപ്റ്റംബർ 5 പാനാം ഫ്ലൈറ്റ് 73 കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടത്. മുംബൈയിൽ നിന്നാണ് ആ ഫ്ലൈറ്റ് തുടങ്ങിയത്. ന്യൂയോർക്കിലേക്ക് പോകേണ്ട ആ വിമാനത്തിന് കറാച്ചിയിലും ഫ്രാങ്ക്ഫർട്ടിലും സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. വിമാനം ഹൈജാക്ക് ചെയ്യുന്ന സമയത്ത് നീർജ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ആണെന്ന് അഭിനയിച്ചാണ് ഹൈജാക്കേഴ്സ് വിമാനത്തിൽ കയറിപ്പറ്റിയത്. യാത്രക്കാരും വിമാനത്തിലെ ജോലിക്കാരും വിമാനത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഹൈജാക്കേഴ്സ് വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഈ സംഭവം 17 മണിക്കൂർ നീണ്ടുനിന്നു. യാത്രക്കാരെയും വിമാനത്തിലെ ജോലിക്കാരെയും ഹൈജാക്കേഴ്സ് ഹോസ്റ്റേജ് ആക്കി. യാത്രക്കാരിൽ ചിലർ അമേരിക്കൻസ് ആയിരുന്നു. ഹൈജാക്കേഴ്സ് ആവശ്യപ്പെട്ടത് അമേരിക്ക തടവിലാക്കിയ കുറച്ച് ടെററിസ്റ്റുകളെ മോചിപ്പിക്കണം എന്നതാണ്. അതിനവർ തയ്യാറായില്ലെങ്കിൽ യാത്രക്കാരെയൊക്കെ കൊന്നുകളയുമെന്നായിരുന്നു ഹൈജാക്കേഴ്സിൻ്റെ ഭീഷണി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നീർജ ഒരു വലിയ പങ്ക് വഹിച്ചു. യാത്രക്കാരിൽ അമേരിക്കക്കാർ ആരാണെന്ന് ഹൈജാക്കേഴ്സിന് മനസ്സിലാക്കാതിരിക്കാൻ അവരുടെ പാസ്പോർട്ടുകൾ നീർജ ഒളിപ്പിച്ചു വെച്ചു. ഹൈജാക്കേഴ്സിൻ്റെ മുഖ്യ ലക്ഷ്യം അമേരിക്കൻ പൗരന്മാരായിരുന്നു. സമയം കഴിയും തോറും ടെൻഷൻ കൂടി വന്നു. കാര്യങ്ങൾ വലിയ അപകടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം മുതലെടുത്തുകൊണ്ട് നീർജ യാത്രക്കാർ രക്ഷപ്പെടാനായി എമർജൻസി എക്സിറ്റുകൾ തുറന്നു കൊടുക്കാൻ പ്ലാനിട്ടത്. 17 മണിക്കൂറോളം നീണ്ടുനിന്ന ഇത്തരത്തിലുള്ളൊരു അപകട സമയത്ത് നീർജ തൻ്റെ ധൈര്യം കൈവിടാതെ എമർജൻസി ഡോറുകളും താഴേക്കിറങ്ങാനുള്ള ഷൂട്ടുകളും തുറന്നു കൊടുത്തു. നീർജയ്ക്ക് ആദ്യം തന്നെ പുറത്തേക്ക് ചാടി തൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്തില്ല. അവൾ യാത്രക്കാരെ പുറത്തേക്ക് ചാടാൻ സഹായിക്കുകയാണ് ചെയ്തത്. ദേഷ്യം വന്ന തീവ്രവാദികൾ വെടിവയ്പ് തുടങ്ങി. 3 കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നീർജയ്ക്ക് വെടിയേൽക്കുകയും അവൾ മരിച്ചു വീഴുകയും ചെയ്തു. വേഗം തന്നെ പാകിസ്ഥാനി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് പ്ലെയിനിലേക്ക് ഇരച്ചു കയറി ഹൈജാക്കേഴ്സിനെ കീഴ്പ്പെടുത്തുകയും യാത്രക്കാരെയും വിമാന ജോലിക്കാരെയും സ്വതന്ത്രരാക്കുകയും ചെയ്തു. നീർജയുടെ ഈ ബലി നിഷ്കളങ്കരായ കുട്ടികളെയും മറ്റു പലരെയും മരണത്തിൽ നിന്നും രക്ഷിച്ചു. പാനാം 73 ഫ്ലൈറ്റിൻ്റെ ഹൈജാക്ക് ഇന്നും ഏവിയേഷൻ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായി നിലകൊള്ളുന്നു. നീർജയുടെ ധൈര്യവും ആത്മബലവും ലോകം ഒരിക്കലും മറക്കില്ല. ഈ സംഭവം ഏവിയേഷൻ സെക്യൂരിറ്റി നടപടികളിൽ മാറ്റം വരുത്താൻ കാരണമായി. നീർജയ്ക്ക് മരണാന്തര ബഹുമതിയായി ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെഷ്യൽ കറേജ് അവാർഡ് കൊടുത്തു. ഏവിയേഷൻ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ സംഘടനയായ
ദി ഫൈറ്റ് സെക്യൂരിറ്റി ഫൗണ്ടേഷനും മരണാന്തര ബഹുമതിയായി ഹീറോയിസം അവാർഡ് അവൾക്ക് സമ്മാനിച്ചു. 1987 തംഹായി പാകിസ്ഥാൻ എന്ന പുരസ്കാരം കൊടുത്ത് പാകിസ്ഥാനും അവളെ ആദരിച്ചു. നീർജയുടെ ഓർമ്മയ്ക്കായി അവളുടെ കുടുംബം നീർജ ഭാനോട്ട് പാനാം ട്രസ്റ്റ് സ്ഥാപിച്ചു. ഈ ട്രസ്റ്റ് സാമൂഹിക അനീതികൾക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ സ്ത്രീകളെയും പ്രതിസന്ധികളിൽ ധൈര്യം കാണിക്കുന്ന എയർലൈൻ ജോലിക്കാരെയും സമ്മാനങ്ങൾ കൊടുത്ത് ആദരിക്കുന്നു. 2016 നീർജയുടെ ജീവിതവും സാക്രിഫൈസും പ്രമേയമായി നീർജ എന്ന ബോളിവുഡ് സിനിമ നിർമ്മിക്കപ്പെട്ടു. രാം മാധ്വാനിയായിരുന്നു ആ സിനിമയുടെ ഡയറക്ടർ. ആ സിനിമ ഒരു വലിയ വിജയമായിരുന്നു. അതിന് ഇന്ത്യയിലെ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡും ലഭിച്ചു. ഈ സിനിമയിൽ നീർജയെ അഭിനയിച്ചത് സോനം കപൂർ ആയിരുന്നു. അവർക്ക് സ്പെഷ്യൽ മെൻഷൻ ലഭിച്ചു. എ ഷീൽഡ് ഓഫ് കറേജ് എന്നത് നീർജയുടെ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും യഥാർത്ഥ കഥയാണ്. ഇന്നും നീർജയുടെ പേര് ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടുമുള്ള പാഠപുസ്തകങ്ങളിലും സിനിമകളിലും സ്മരിക്കപ്പെടുന്നു.